തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിന് ഇനി 5 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 4-ാം തീയതി വൈകുന്നേരം നമ്മൾ പൊളിക്കും. മെയ് 4-ാം തീയതി രാവിലെ 5 മണി മുതൽ ഈ പ്രത്യേക സംപ്രേഷണം ആരംഭിക്കും. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കൊപ്പമാണ് യാത്ര ചെയ്തിട്ടുള്ളത്. ഇത്തവണയും അതിന് അപവാദമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. വൈകുന്നേരം ഏതാണ്ട് ഉച്ചയാകുമ്പോഴേക്കും അറിയാം കേരളം അടുത്ത 5 കൊല്ലം ആര് ഭരിക്കും എന്നുള്ളത്. അതെ, ഭരണമാറ്റമോ തുടർ ഭരണമോ എന്നതിലാണ് ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഏറ്റവും ആദ്യം അറിയാനും അറിഞ്ഞത് ആധികാരികമെന്ന് ഉറപ്പുവരുത്താനും 24 സജ്ജമാണ്. എല്ലാ സാങ്കേതിക സാധ്യതകളും നമ്മൾ ഇത്തവണയും അതിൽ പ്രയോജനപ്പെടുത്തും. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരും. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, നമുക്ക് മെയ് 4-ാം തീയതി പൊളിക്കാനുണ്ട്. ഇന്ന് വൈകുന്നേരം 6:30 മണിക്കും പൊളിക്കണം. പുളിയോടെ പൊളി എസ്കേൻ ഒരു 40 രൂപ വിളിയോടെ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനി, ഞായർ. എസ്കേൻ അടുത്ത തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് 5-ാം നാൾ തിങ്കളാഴ്ച നമ്മൾ ഈ സമയം ഇവിടെ നിൽക്കുമ്പോഴേക്കും ചങ്കിടിപ്പിന്റെ പരമാവധി, അത് നമുക്ക് മാത്രമാവില്ല, രാഷ്ട്രീയ കേരളത്തിന് ചങ്കിടിപ്പിന്റെ പരമാവധി ആവും. അപ്പോൾ 8 മണിയിലേക്ക് എത്ര മിനിറ്റിൽ എണ്ണി കാത്തിരിക്കുന്ന ആ പരമാവധി മുഹൂർത്തമായിരിക്കും ആ മുഹൂർത്തം. എസ്കേൻ അത്രത്തോളം ആകാംക്ഷാഭരിത മുഹൂർത്തം അല്ലെങ്കിൽ കൂടി ഇന്നിപ്പോൾ 6 മണിക്ക് ബംഗാളിലെ 2-ാം ഘട്ട വോട്ടെടുപ്പ്, അവസാന വോട്ടെടുപ്പ് കഴിയുന്നു. 6 മുതൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ അവരുടെ സർവേ ഫലങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ സർവേ ഫലങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ കേരളം ആകാംക്ഷാപൂർവ്വം ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെ അവസാന ഘട്ടത്തിന്റെ പ്രസക്തി ബംഗാൾ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അതിനുശേഷം എക്സിറ്റ് പോളുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ്. 6 മണിക്ക് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നു. 6 മുതലാണ് ഈ പറയുന്ന സർവേ ഫലങ്ങൾ പുറത്തേക്ക് വരിക. എസ്കേൻ ഈ പറയുന്നത് പോലെ ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, ന്യൂസ് എക്സ്, റിപ്പബ്ലിക് TV, ന്യൂസ് 18 തുടങ്ങിയ ദേശീയ മാധ്യമങ്ങൾ, മാട്രിസ്, VMR, സി വോട്ടർ, JVC, പോൾസ്റ്റാർ, ജൻ കി ബാത്ത്, വോട്ട് വൈബ് തുടങ്ങിയ ഏജൻസികളുടെ റിസൾട്ടൊക്കെ ആ സമയത്തേക്ക് പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന ഓരോ സംസ്ഥാനം എന്ന നിലയ്ക്കായിരിക്കും ആ റിസൾട്ടുകൾ പുറത്തേക്ക് വരിക. ഈ റിസൾട്ടുകൾ വലിയ ആകാംക്ഷഭരിതമാവുന്നതിന് കാരണം കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ ഒരു സൂചന നിങ്ങൾക്ക് ഇന്ന് പോളോ പോൾസിൽ കൊടുക്കാൻ പറ്റുമോ? ഇന്ന് വൈകിട്ട് 6 ഉറപ്പായും 6 മുതൽ തുടങ്ങുന്ന ആ പോളോ പോൾസിൽ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ എന്ത് ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന കാര്യം നമുക്ക് ഉറപ്പായും പറയാൻ കഴിയും. എക്സിറ്റ് പോളുകൾ, സർവേ ഫലങ്ങൾക്ക് തെറ്റ് ചരിത്രമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും വലിയ ആകാംക്ഷാഭരിതമായ അന്തരീക്ഷം ഇപ്പോഴും എസ്കേ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ 9-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ നമ്മൾ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ചർച്ചകളിലും അല്ലാതെ ഓഫ് റെക്കോർഡൊക്കെ സംസാരിക്കുന്നുണ്ട്. പുറത്തു പറയുന്ന വലിയ കോൺഫിഡൻസ്, നമ്മളോടുള്ള ഒരുപക്ഷെ വ്യക്തിപരമായ സംഭാഷണത്തിൽ വലിയ കോൺഫിഡൻസ് ഇവരാരും പറയുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ കയ്യിൽ ഒരു കണക്കുണ്ട്. അത് ആറ്റിക്കുറുക്കി ദ വേഴ്സ്റ്റ് കേസ് സിനാറിയോ എന്ന മട്ടിൽ 70 അല്ലെങ്കിൽ 71 സീറ്റുകൾ പൂർത്തിയാക്കുമെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ, അത് LDF-ലും UDF-ലും നേതാക്കളെ നമുക്കറിയാം. പക്ഷേ രണ്ടുപേരുടെ കണക്കുകൾ നോക്കിയാൽ ഈ രണ്ട് കണക്ക് മാറ്റിക്കുറുക്കി ശരിയാണല്ലോ നമുക്ക് തോന്നുന്ന തരത്തിൽ കൺഫ്യൂഷൻ, ഒരു പ്രഡിക്ഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും യഥാർത്ഥത്തിൽ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകൾ കുറച്ചുകൂടി ആകാംക്ഷാഭരിതമാവുന്നത്. 2011-ലെ കണക്ക്, 2011-ൽ അന്ന് 11 എക്സിറ്റ് പോൾ ഫലങ്ങൾ 6ഉം LDF-ന് അനുകൂലമായിരുന്നു. ഒറ്റയൊരെണ്ണം മാത്രമായിരുന്നു അന്ന് UDF-ന് ഭരണം കിട്ടുമെന്ന് പ്രവചിച്ചത്. ബാക്കി സർവേകൾ ഇഞ്ചോടിഞ്ച് എന്ന് പറഞ്ഞു. അതിൽ 84 മുതൽ 92, 104 മുതൽ 120, 93 മുതൽ 111, 72, 79, 72, 80, 71, 77 എന്നിങ്ങനെയായിരുന്നു LDF-ന് അനുകൂലം പറഞ്ഞിരുന്ന സർവേകൾ. അതിൽ 104-നോട് അടുത്തുനിന്ന് 99 സീറ്റുമായി LDF-ലേക്ക് അധികാര തുടർച്ച നേടി. ഏറ്റവും ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ LDF-ന് ഭരണ തുടർച്ച പ്രവചിച്ച ഒരു എക്സിറ്റ് പോൾ സർവേ കാലം 2011-ൽ കണ്ടു. അത് 2021-ൽ കണ്ടു. അത് അതേപോലെ തന്നെ സാധ്യമാവുന്നത് കണ്ടു. അതുകൊണ്ട് നമ്മൾ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പെടുക്കുന്ന അല്ലെങ്കിൽ വോട്ടെടുപ്പിന് മുമ്പെടുക്കുന്ന സർവേയേക്കാൾ എക്സിറ്റ് പോളുകൾക്ക് ഈ പറയുന്ന കുറച്ചുകൂടി വിശ്വാസ്യതയുണ്ട്. എക്സിറ്റ് പോളുകൾ കുറച്ചുകൂടി ശരിയായ, കുറച്ചുകൂടി എറർ ഫ്രീ ആയി വന്ന സാഹചര്യം, കുറേയധികം സാഹചര്യം ഇലക്ഷൻ നമ്മൾ കണ്ടു. അതേസമയം തന്നെ ഹരിയാനയിലടക്കം എക്സിറ്റ് പോൾ പിഴച്ച സാഹചര്യമുണ്ട്. അപൂർവമായി എക്സിറ്റ് പോൾ പിഴച്ച സാഹചര്യമുണ്ട്. ആക്ച്വൽ പോൾ റിസൾട്ട് അല്ല എന്ന് പറയുമ്പോൾ പോലും എസ്കേൻ ഉറപ്പായും എക്സിറ്റ് പോളുകൾ ബാക്കി വരുന്ന 4 ദിവസത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ ചങ്കിടിപ്പേറ്റിയുള്ള ചർച്ചകൾക്ക് കേന്ദ്രബിന്ദുവാകും എന്ന തർക്കം വേണ്ട. എന്താണെങ്കിലും എക്സിറ്റ് പോളുകൾ പോൾ പോൾ വന്നു തുടങ്ങുന്ന മുറയ്ക്ക് തന്നെ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ ജനം ഏത് രീതിയിൽ പോളിംഗ് ബൂത്തിൽ പെരുമാറി, ഏത് രീതിയിൽ അത് ഭരണ തുടർച്ചയ്ക്കുള്ള ഒരു കാറ്റായിരുന്നു അതോ ഭരണമാറ്റത്തിനുള്ള കാറ്റായിരുന്നു എന്ന് കൃത്യമായി തന്നെ ഒരു ദിശാസൂചകം പ്രേക്ഷകർക്ക് നൽകാൻ നമുക്കിന്ന് കഴിയും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എസ്കേ ഓക്കെ, താങ്ക് യു ഹാഷ്മി താജ് ഇബ്രാഹിം. ഇന്ന് വൈകുന്നേരം പൊളിക്കാൻ പോവാണ്. വൈകുന്നേരം 6:30-നാണ് ഈ പോൾ പോൾസ് ആരംഭിക്കുക. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യയിലെ വിഖ്യാതരായ ഏജൻസികൾ നടത്തിയ സർവേ ഫലമാണ് ഇന്ന് പുറത്തുവിടുക. കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലുള്ള ചില ഹാഷ്മി പറഞ്ഞ പോലെ ചില ദിശാ സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തലകുത്തി വീണ അനുഭവങ്ങളുണ്ട്. ഇത് പൂർണ്ണമായും ശരിയാകുമെന്ന് അവകാശവാദമല്ല. എന്തായാലും ഇന്ന് വൈകുന്നേരം 6:30 മണി മുതൽ നിങ്ങൾ 24 മുന്നിൽ തന്നെ കുത്തിയിരിക്കുക. ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് മെയ് 4-ാം തീയതി രാവിലെ 5 മണി മുതൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ എല്ലാ കാലത്തും
എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 24 ആയിരുന്നു ജനങ്ങൾക്കൊപ്പം മുന്നിൽ നിന്നത്. ഇത്തവണയും ചരിത്രം ആവർത്തിക്കും, നമ്മൾ പൊളിക്കും മെയ് 4-ാം തീയതി. തിരുവനന്തപുരത്ത് ഷബീദ് റാവുത്തർ കൂടി ചേരുകയാണ്. കൂട്ടലും കിഴിക്കലും ഉടക്കലും എല്ലാമായിട്ട് തിരുവനന്തപുരത്ത് കളി കാര്യമായിട്ട് നടക്കുന്നു. ഞാൻ ഇന്നലെ ഒരു പോലീസ് ഓഫീസറോട് ഒരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെ ഇതൊക്കെ ഉറപ്പിക്കാൻ കഴിയും എന്ന് തലയെ കൈവച്ച് ചോദിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഷബീദ് റാവുത്തർ വിവരങ്ങൾ? കൂട്ടൽ കിഴിക്കൽ അതിൻ്റെ തീവ്രത കൂടിയോ കുറഞ്ഞോ? SK 5 ദിവസം മാത്രമാണ്. മുന്നണികൾക്ക് വലിയ ചങ്കിടിപ്പ് ഇക്കാര്യത്തിലുണ്ട്. മാത്രമല്ല അധികാരമാറ്റം അതല്ലെങ്കിൽ തുടർഭരണം ഇതിലേത് എന്നറിയാനാണ് ആ ക്ലൈമാക്സിന് വേണ്ടിയിട്ടാണ് കേരളം കാത്തിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ ബൂത്ത് തലത്തിൽ കൂട്ടിയും കിഴിച്ചും കണക്കുകൾ ശേഖരിച്ച അവരുടെ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. SK ഇതിനൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പോളിംഗിന് ശേഷം അതായത് 100+ എന്നൊക്കെ പറഞ്ഞ UDF ക്യാമ്പ് 80-ലേക്കൊക്കെ താഴ്ന്നത് 80-82-ലേക്കൊക്കെ താഴ്ന്നത് നമ്മൾ കണ്ടതാണ്. LDF-നെ സംബന്ധിച്ച LDF ക്യാമ്പ് ഈ പോളിംഗിന് ശേഷം അവരുടെ ആത്മവിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് LDF ക്യാമ്പ് ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 70-നും 83-നും ഇടയിലൊക്കെയുള്ള ഒരു പ്രഡിക്ഷൻ അത് അല്ലെങ്കിൽ അത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് എത്രത്തോളം സത്യമാണോ നമുക്കറിയില്ല. പക്ഷേ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ആത്മവിശ്വാസം LDF ക്യാമ്പിലുമുണ്ട്. ഇക്കാര്യത്തിലൊക്കെ നിർണായകമാവുക ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ ഏകീകരിച്ചു അതല്ലെങ്കിൽ ഏകീകരിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് സ്പ്ലിറ്റായി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും കേരളത്തിൽ ഏറ്റവും നിർണായകമായി മാറുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം 5+ എന്നൊക്കെയായിരുന്നു അവർ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നത് ഒരു സീറ്റ് അതിലൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അതേസമയം അത് 2ആയി മാറാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് NDA ക്യാമ്പും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും പാലക്കാട്, ആലപ്പുഴ അടക്കമുള്ള ജില്ലകൾ അത് ഇത്തവണ നമ്മൾ റിസൾട്ട് എണ്ണുന്ന ദിവസം ആകാംക്ഷയാണ്. മാത്രവുമല്ല അവിടെ അടക്കം നടന്നിട്ടുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എത്രമാത്രം കേരളത്തെ സ്വാധീനിക്കും, കണ്ണൂരിലടക്കം നടന്നിട്ടുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എത്രമാത്രം കേരളത്തെ സ്വാധീനിക്കും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും 4-ാം തീയതി വരെ കാത്തിരിക്കണം. 4-ാം തീയതി രാവിലെ ഒരു 10 മണിയോടുകൂടി നമുക്ക് ട്രെൻഡ്, കേരളത്തിന്റെ ട്രെൻഡ് എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. SK ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.